കഴിഞ്ഞ 2 വർഷമായിട്ട് നഗരമധ്യത്തിലെ ആ ഒറ്റമുറിയിൽ, ആ ചെറിയ ഒറ്റമുറിയിൽ, അത് എങ്ങനത്തെ ഒറ്റമുറിയാണ്? അടഞ്ഞ ഒറ്റമുറി. അവിടെ ഫാത്തിമ കഴിയുകയാണ്. പുറത്തേക്ക് ഇറങ്ങാതെ, ആരുമായിട്ടും സംസർഗമില്ലാതെ, ആരെയും കാണാതെ, ആരെയും കാണുവാൻ ആഗ്രഹം പോലും പ്രകടിപ്പിക്കാതെ ഫാത്തിമ എങ്ങനെ ആ ഒറ്റമുറിയിൽ കഴിയുകയാണ്. നമ്മൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു അരമണിക്കൂർ നമ്മളൊരു മുറിയിൽ നമ്മളെ അടച്ചിടുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും അല്ലേ? നമുക്ക് എത്രമാത്രം സഫോക്കേഷനാണ്. നമുക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ചാടിയാൽ മതി, എവിടെയെങ്കിലും പുറത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ള ആഗ്രഹമാണ് നമ്മൾക്ക്. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിന് മുകളിലായിട്ട് നഗരത്തിലെ തിരക്കുള്ള മുറിയുടെ തിരക്കിന് നടുവിൽ ആ ഒറ്റ മുറിയിൽ ഫാത്തിമ തനിച്ച് കഴിയുകയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട്. ഫാത്തിമ കോഴിക്കോടുകാരിയാണ്. എന്തുകൊണ്ടായിരിക്കണം ഫാത്തിമ ആ നഗരമധ്യത്തിലെ ആ അടഞ്ഞ മുറിയിൽ അങ്ങനെ തനിച്ച് കഴിയുന്നത്? അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ഫാത്തിമയെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ സഹിക്കില്ല. അത്രമാത്രം ആസിഡ് വീണ്, ആസിഡ് കൊണ്ട് പൊള്ളി ഒരു പ്രത്യേക രീതിയിലേക്കായ ശരീരഘടനയാണ് ഫാത്തിമയുടെ. അതിന് മാത്രം ഇത്രമാത്രം ശരീരം മുഴുവൻ പൊള്ളി മുറിവേറ്റ് അങ്ങനെ കഴിയുവാനായിട്ട് ഫാത്തിമ എന്ത് തെറ്റാണ് ചെയ്തത്? ഫാത്തിമ തെറ്റ് ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഫാത്തിമ ഒരു പുരുഷനെ അഗാധമായിട്ട് സ്നേഹിച്ചിരുന്നു, അഗാധമായിട്ട് പ്രണയിച്ചിരുന്നു. അയാൾക്ക് തൻ്റെ ഹൃദയം കൊടുത്തു. ആ കടുത്ത സ്നേഹത്തിന് പ്രതിഫലമായിട്ട് ഫാത്തിമയ്ക്ക് കിട്ടിയതാണ് ഇപ്പോഴുള്ള ഈ വികൃതമായിട്ടുള്ള രൂപം. എന്തിനാണ് കാമുകൻ ഈ വികൃതമായ രൂപം ആസിഡ് ഒഴിച്ച് ഫാത്തിമയെ അങ്ങനെ വികൃതമാക്കി, വികൃത രൂപിണിയാക്കി കളഞ്ഞത്? ഫാത്തിമയുടെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള കാര്യം. കാമുകൻ പറഞ്ഞപ്പോഴേക്കും കാമുകൻ്റെ കൂടെ ഇറങ്ങിച്ചെന്നില്ല. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് കാമുകനൊപ്പം ഒളിച്ചോടി പോകാനായിട്ട് സ്നേഹമാണ്, പ്രണയമാണ്. കാമുകനെ ജീവന് തുല്യം സ്നേഹിക്കുന്നുമുണ്ട്. പക്ഷേ തനിക്ക് പഠിച്ച് തൻ്റെ സ്വന്തം കാലിൽ നിന്ന് തനിക്കൊരു ജോലി നേടണം എന്നുള്ള ലക്ഷ്യമുള്ളതുകൊണ്ട്, പ്രണയമാണ്, സ്നേഹമാണ്, അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഫാത്തിമ ഉറച്ച മനസ്സോടുകൂടി കാമുകനോട് പറഞ്ഞു, സുഹൃത്തെ, നമ്മൾ പ്രണയിക്കുന്നവരാണ്, നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണ്ടേ, അതുകൊണ്ട് എൻ്റെ പഠനം ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ എൻ്റെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നിൻ്റെ കൂടെ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനുശേഷം ലോകത്ത് ഏത് കോണിലേക്ക് നീ വിളിച്ചാലും ഞാൻ വരും. പക്ഷേ ആ കാമുകന് ഫാത്തിമയുടെ പറഞ്ഞ ആ വാക്കുകളുടെ പോലുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ആ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാനുള്ള പക്വതയും പാകതയും ഉണ്ടായിരുന്നില്ല. അവനിൽ എന്താണ് നിറഞ്ഞത്? വൈരാഗ്യം നിറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളുടെ സ്നേഹമൊക്കെ, പ്രണയമൊക്കെ ഇത്തരത്തിലുള്ള ചില ആളുകളിലേക്കൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ ഒത്തിരി സഹിക്കേണ്ടി വരും. അയാൾ കൊടുത്ത സമ്മാനമാണ് ഫാത്തിമയുടെ ഇപ്പോഴത്തെ ഈ വികൃതമുഖവും ഇത്തരത്തിലുള്ള അടഞ്ഞ മുറിയിലെ